അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ ആദ്യത്തെ 26 ആയത്തുകൾ കഴിഞ്ഞ 4 ക്ലസ്റ്ററുകളിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. 27-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ ബനീ ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്നതി യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽന അശ്ശയാത്വീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. ഇതിലധിക വചനങ്ങളുടെയും ഇതിലെ അധികം വാക്കുകളുടെയും ഒക്കെ അർത്ഥങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. 27-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. യാ ബനി ആദം, ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ആദം സന്തതികളെ വിളിച്ചിട്ടാണ്, അഥവാ മനുഷ്യന്മാർക്ക് മൊത്തത്തിലുള്ള താക്കീതാണ്. ലാ യഫ്തിനന്നക്കും, നിങ്ങളെ വഴി വേപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഫിത്ന, ലാ യഫ്തിനന്നക്കും എന്നാണ്, നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ അവൻ. അശ്ശൈത്താൻ, ആര്? ശൈത്താൻ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, അതിന്റെ ഒരു തശ്ബീഹ് കൊടുക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ, അഖ്റജ പുറത്താക്കി. യൻസിഉ അൻഹുമാ ലിബാസഹും, അവരുടെ വസ്ത്രങ്ങളെ നീക്കം ചെയ്തുകൊണ്ട്, അവരിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടാണ് ആ പണി ചെയ്തത്. ലിയുരിയഹുമാ സൗആത്തിഹിമാ, അവരുടെ രണ്ടുപേരുടെയും നഗ്നത അവർക്ക് രണ്ടുപേർക്കും വെളിവാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നെ പറയുന്ന വിഷയം എന്താ? ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, തീർച്ചയായും അവനും അവന്റെ കൂട്ടാളികളും, കബീൽ എന്ന് പറഞ്ഞ കൂട്ടാളികൾ, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണും. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തിൽ. ഇന്നാ ജഅൽന ശയാത്തീന, തീർച്ചയായും ശൈത്താന്മാരെ നാം ആക്കിയിരിക്കുന്നു. ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തവർക്കുള്ള ബന്ധുമിത്രാദികളായിട്ട്, കൈകാര്യകർത്താക്കളാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു എന്നാണ്. ഇതിന്റെ വിശദീകരണം നമുക്ക് പല രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻ നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്? ഷെയ്ത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യ ജീവിയായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഇൽമുൽ ഗൈബിൽപ്പെട്ട ഒരു ഇൽമായിട്ടാണ് നമുക്ക് ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇൽമുൽ ഗൈബിലെ വിജ്ഞാനത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ ധാരണ എന്തായിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ അവിടെ ഒന്നാമതായിട്ട് പഠിക്കേണ്ട കാര്യം. അതിൽ നമുക്ക് അല്ലാത്ത ഒരാൾക്കും ആ വിജ്ഞാനം അറിയില്ല. അപ്പൊ ആ വിജ്ഞാനത്തിന്റെ കെട്ട് അള്ളാഹു എത്ര അയച്ചു തന്നിട്ടുണ്ടോ അത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ അത് അറിയാനുള്ള മാർഗം. അവിടെ പടച്ചോൻ പറയാണ്, ഒന്ന് പിശാചിന്റെ ധർമ്മം. പിശാചിന്റെ ധർമ്മം എന്താണ്? നിങ്ങളെ വഴി വേപ്പിക്കുക എന്നുള്ളതാണ്, നിങ്ങളുടെ മനസ്സിൽ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ പോലും പിശാജ് ബേസിക്കലി ചെയ്ത സംഗതി അത് തന്നെയാണ്. അപ്പൊ ആ നിലക്ക് നമുക്ക് വിഷയങ്ങളെ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പൊ പിശാജ് ചെയ്യുന്ന പണി എന്താന്നുള്ളത് ഈ ആയത്തിനകത്ത് ഒന്ന് പറയുന്നു. നിങ്ങളെ വഴിപേപ്പിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പിശാജും അവന്റെ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാജും അവന്റെ ആ ജിന്നുവർഗത്തിൽ തന്നെയുള്ള കൂട്ടാളികളും അവന്റെ അതേ ഫോർമാറ്റിൽ പോകുന്ന ആ ആളുകളും അവര് ചെയ്യുന്നത് എന്താണ്? അവർക്ക് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അത് അള്ളാഹ് പറഞ്ഞുകൊണ്ട് പേരിൽ മാത്രം നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല എന്നുള്ളതോട് കൂടി പിന്നെ നമ്മൾ അവരുടേതായിട്ടുള്ള വ്യവഹാരങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലേക്കൊന്നും പിന്നെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്നുകിൽ അങ്ങനെ കാട് കയറിയ ചർച്ചകൾ, അതല്ലെങ്കിലോ പ്രത്യേകിച്ച് പിന്നെ പഴയ കാലത്തൊക്കെ തന്നെ ആൾക്കാർ ഇതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചു പോന്നിരുന്നു. അഥവാ ജിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിൽ തന്നെ പെട്ട നികൃഷ്ടരാണെന്നൊക്കെയുള്ള നിലക്കൊക്കെ. അങ്ങനെയല്ല എന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞോടത്ത് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിയും.
അള്ളാഹു ഇവിടെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു എന്ന് പറഞ്ഞു. അപ്പോ ഒരിക്കൽ പോലും നമ്മള് പിന്നെ പിശാച് മനുഷ്യന്റെ ശത്രുവാണ്. അതേപോലെ തന്നെ വിശ്വസിക്കാത്തവരുടെ കൈകാര്യകർത്താവാണ് പിശാച് എന്നുള്ളതിന് നമ്മളൊരിക്കലും എന്ത് വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സത്യത്തിൽ വിശ്വസിക്കാത്തവരുടെ രക്ഷാധികാരികൾക്ക് ആണ് ഖുർആൻ ഇവിടെ പിശാച് എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സത്യവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അഥവാ പിന്നെ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ വിശ്വസിക്കാത്തതിന്റെ പോലും കാരണമായി അനുഭവപ്പെടുന്നത് പിശാചിന്റെ ദുർബോധനമാണ്. ഈ വിഷയമാണ്. അഥവാ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളും പിന്നെ ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളുണ്ട്. അല്ലദീ യുസ്വിസു ഫി സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്നൊക്കെയുള്ളത് ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ അള്ളാഹ് പറയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പടച്ചോൻ പറഞ്ഞ് വെച്ചിട്ടുള്ള ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും എന്ന് പറഞ്ഞെടുത്ത് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളല്ല ഉദ്ദേശിച്ചത്. മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ പിന്നെ പ്രത്യേകം വഴിവെപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. പക്ഷെ സാക്ഷാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട ഷെയ്ത്താൻ, അവന്റെ കൂട്ടാളികൾ, അത് അവർക്ക് നമ്മളെ കാണാം, നമുക്ക് അവരെ കാണാൻ കഴിയില്ല എന്നൊരു തത്വം നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് 28-ാമത്തെ ആയത്തിലേക്ക് പോവാണെങ്കിൽ എന്താ പറയണത്? വൈദാ ഫഅലൂ ഫാഹിഷതൻ ഖാലൂ വജദ്നാ അലൈഹാ ആബാഅനാ വല്ലാഹു അമറനാ ബിഹാ ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇനി വൈദാ ഫഅലു അവർ ചെയ്താൽ, അവർ പ്രവർത്തിച്ചാൽ, ഫഅല ഫഅലൂ ഒക്കെ ശരിക്കും ശ്രദ്ധിക്കണം ട്ടോ. നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ഫഅലു എന്നുള്ളത് വെർബാണ്. ഫഅലൂഹും എന്ന ളമീറാണ് അതിൽ വന്നിട്ടുള്ളത്, മാദിയാണ്. ഫാഹിഷത്തൻ ഒരു നീചവൃത്തി. ഫാഹിഷത്ത് എന്നുള്ളത് വ്യഭിചാരത്തിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുന്ന, അങ്ങനെ ഉപയോഗിക്കുന്ന അധികവും ആ രൂപത്തിൽ വന്നിട്ടുള്ള പ്രയോഗമാണ്. കാലു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവര് പറയും, വൈദാ ഫാലു ഫാഹിഷ, അവര് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അവര് നീചവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും വജദ്ന അലൈഹ, വജദ്ന അലൈഹ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങള് പിന്നെ കണ്ടിട്ടുണ്ട്, അലൈഹ ആബാഅന, ഞങ്ങളുടെ പിതാക്കളുടെ മേൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, വല്ലാഹു അമറന ബിഹാ, അല്ലെ, അള്ളാഹു ഞങ്ങളോട് അതിനെ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ പറയും. കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, തെറ്റുകൾ ചെയ്യാൻ, നീചവൃത്തി ചെയ്യാൻ അള്ളാഹ് ഒരിക്കലും കൽപ്പിക്കൂല എന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ. അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ പറയാണ്. അത്തഖൂലൂൻ, നിങ്ങൾ പറയുകയാണോ, അല്ലെ, ആരുടെ മേൽ, അലല്ലാഹി അള്ളാഹിന്റെ മേൽ, മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യഭിചാരമാണ് ബേസിക്കലി. ഇനി അതോടൊപ്പം തന്നെ എല്ലാ നീചവൃത്തിക്കും അത് പറയും, ബിംബാരാധനകൾക്കൊക്കെ പറയും എന്നുള്ളതാണ് ഇതിന്റെ വിശദീകരണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വസ്ത്രം ധരിക്കാതെ പൂർണ്ണ നഗ്നരായിക്കൊണ്ട് മുശ്രിക്കുകള് കഅബ തവാഫ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു തരം പിന്നെ എന്താ പറയാ, ആ നിലക്ക് വരുന്ന ഒരു നീചവൃത്തി തന്നെയാണ്. ഇപ്പൊ ഫാഹിഷത്ത് വന്ന ഭാഗങ്ങളൊക്കെ ഖുറാനിൽ നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരത്തിലേക്ക് കണക്ട് ആവുന്ന ഒരു ലൈംഗിക വൈകൃതത്തിലേക്ക് കണക്ട് ചെയ്യുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് കൂടുതൽ ഭാഗത്തും. അപ്പൊ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. ഫാഹിഷത്തിന് അവരിങ്ങനെ എന്ത് ചെയ്യാണ്, കഅബ തവാഫ് ചെയ്യുമ്പോ അവര് വിചാരിച്ചിരുന്ന കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. അവരുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തില് ഉള്ള അഴുക്കും കാര്യങ്ങളും അതിലൊക്കെ അവരുടെ പാപക്കറകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നല്ലോ എന്നൊക്കെ അവര് പറഞ്ഞിട്ടാണ് ഒന്നുമില്ലാതെ, നമ്മുടെ നാട്ടിലൊക്കെ കുംഭകോണമൊക്കെ നടക്കുന്ന പോലെ ആ കാലഘട്ടത്തിൽ ജാഹിലിയത്തില് നിലനിന്നിരുന്ന ഹജ്ജില് തവാഫൊക്കെ നഗ്നരായിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. ആ വിഷയങ്ങളൊക്കെ ഇവിടെ പറയാണ്. അപ്പൊ അവര് അതിന് ന്യായം കണ്ടെത്തിയിരുന്നത്, ഞങ്ങളെ പൂർവ്വ പിതാക്കൾ ഇങ്ങനെ ചെയ്യണ ഞങ്ങൾ കണ്ടത്, ഞങ്ങളോട് പടച്ചോനും കൽപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ അവര് അതിനെ പറയുന്ന സമയത്താണ് ഖുർആൻ എന്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത്തഖൂലൂന, എന്തങ്ങൾ പറയണത്, നിങ്ങൾ ഇങ്ങനെ പറയാണോ, അലല്ലാഹി അള്ളാന്റെ മേൽ മാല തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അള്ളാഹുലേക്ക് ചേർത്തിയിട്ട് അള്ളയും ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാണോ.
ലാ യഅ്മുറു ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ഷാ. അള്ളാഹ് ഒരിക്കലും ഫഹ്ഷാ കൊണ്ട് കൽപ്പിക്കൂലാന്ന്. അപ്പോ ആ അവരുടെ ന്യായീകരണത്തെയൊക്കെ എന്ത് ചെയ്യാണ് ഇവിടെ കൃത്യമായി എടുത്ത് പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കൂ നിങ്ങള് 29-ാമത്തെ ആയത്ത്. ഖുൽ അമ ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് വഅഖീമൂ വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ കമാ ബദഅക്കും തഊദൂൻ. നബിയെ പറഞ്ഞു കൊടുക്കണം. പിന്നെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു അള്ളാഹു ഫഹ്ഷ കൊണ്ട് കൽപ്പിക്കൂലാന്ന്. ഇഞ്ഞും പറഞ്ഞു കൊടുക്ക്. അമറ റബ്ബി എന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. ബിൽ ഖിസ്തി ബിൽ ഖിസ്തി നീതി കൊണ്ടാണ് എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത്. നീതി പിന്നെ നടപ്പിലാക്കാനാണ് എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത്. അഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് പ്രത്യേകമായിട്ട് അഖീമൂ നിലനിർത്തണം. വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ ഇന്ദ കുല്ലി മസ്ജിദിൻ എല്ലാ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കും ല്ലെ എല്ലാ സുജൂദ് ചെയ്യുന്ന എല്ലാത്തിന്റെയും അവിടേക്ക് നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ പ്രത്യേകം നിലനിർത്തേണ്ടതുണ്ട്. വദ്ഊഹു നിങ്ങൾ പ്രാർത്ഥിക്കണം. മുഖ്ലിസീന നിഷ്കളങ്കരായിക്കൊണ്ട് ലഹുദ്ദീൻ ലഹു അവന് വേണ്ടിയിട്ട് അദ്ദീൻ അല്ലെ മതം അല്ലെങ്കിൽ കീഴ്വണക്കം വഴിപാട് എന്നൊക്കെ അർത്ഥം വരുന്ന പദാണ് ദീൻ എന്നുള്ളത്. കമാ ബദഅക്കും നിങ്ങളെ അവൻ ആദ്യത്തില് തുടക്കത്തിൽ ഉണ്ടാക്കിയതുപോലെ തഊദൂൻ നിങ്ങൾ മടങ്ങുന്നതാണ്. ഒരുപാട് ചിന്തകളാണ് ഈ ഒരു ഭാഗത്തുകൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നത് പറഞ്ഞു വെക്കുന്നത്. കുൽ അമറ റബ്ബി ബിൽ ഖിസ്ത് എന്ന് തുടങ്ങുന്ന ഈ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് മസ്ജിദ്, ആ വാക്കിന്റെ അർത്ഥം തന്നെ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. നിസ്കാരവേള, പള്ളി, പ്രാർത്ഥനാ സ്ഥലം, ഈ ഉദ്ദേശങ്ങളിലൊക്കെ സാധാരണ അത് ഉപയോഗിക്കാറുണ്ട്. ദീൻ എന്ന വാക്കിന് മതം, നടപടി, അനുസരണം, കീഴ്വണക്കം, ആചാരം, വഴിപാട്, പതിവ്, ചര്യ, പ്രതിഫലം, ഇങ്ങനെ ഒട്ടേറെ സന്ദർഭം അനുസരിച്ച് പല അർത്ഥങ്ങളും വരുന്നതും പല സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ പദമായിട്ടും നമുക്ക് ദീനിനെ കാണാൻ കഴിയും. അപ്പൊ നിങ്ങളെ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങും എന്നാണ് ഇവിടെ പറഞ്ഞത്. കമാ ബദാക്കും തഊദൂൻ. ഈ വാക്കിന് പല വ്യാഖ്യാനങ്ങളും പലരും നൽകിയിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ പിന്നെ ജീവിച്ചതുപോലെ മരണശേഷം വീണ്ടും ജീവിക്കും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതുപോലെ വീണ്ടും മണ്ണോട് ചേരും. ജനിക്കുമ്പോൾ നഗ്നരും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിരുന്നത് പോലെ തന്നെ രണ്ടാമത് ജീവിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും. മുസ്ലിങ്ങളായിരുന്നവർ മുസ്ലിങ്ങളായ, അവിശ്വാസികളായവർ അവിശ്വാസികളായിട്ട് മടങ്ങി വരും. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവരെ പോലെ വീണ്ടും ജീവിപ്പിക്കപ്പെടും. ഇതൊക്കെ ആ വ്യാഖ്യാനങ്ങളുടെ ചുരുക്കം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഉപയോഗിച്ച വാക്ക് ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ വിശാലാർത്ഥമുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കമാ ബദഅക്കും തഊദൂൻ എന്നാണ്. അവിടെ ഈ വ്യാഖ്യാനങ്ങളുടെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പരിസരമാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ മരണശേഷം മടങ്ങി വരുമ്പോ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കൂ നിങ്ങൾ. അടുത്ത പറയാണ് 30-ാമത്തെ ആയത്തില്. ഫരീഖൻ ഹദാ ഫരീഖൻ ഹഖ അലൈഹിമുദ് ളലാലതു ഇന്നഹും ഇത്തഖദു الشياطين أولياء من دون الله ويحسبون أنهم مهتدون. ഒരു വിഭാഗത്തെ അവൻ നേർവഴിയിലാക്കിയിരിക്കുന്നു എന്നാണ്. ഫരീഖൻ ഒരു വിഭാഗത്തെ, ഫരീഖൻ ഒരു വിഭാഗം, ഹദാ അവൻ നേർമാർഗത്തിലാക്കി, ഫരീഖൻ മറ്റൊരു വിഭാഗം, ഹഖ അലൈഹിം അവരിൽ അവകാശപ്പെട്ടിരിക്കുന്നു, അദ്ദലാല ദുർമാർഗം അല്ലെ വഴിപിഴവ്, ഇന്നഹും തീർച്ചയായും അവർ ഇത്തഹദു അവർ സ്വീകരിച്ചു അശയാത്തീന പിശാചുക്കളെ ഔലിയാ കൈകാര്യകർത്താക്കളായിട്ട് മിന്ദൂനില്ല അള്ളാഹ്ക്ക് പുറമെ, വയഹ്സബൂൻ അവർ കണക്കാക്കുകയും ചെയ്യുന്നു അന്നഹും തീർച്ചയായും അവര് മുഹ്തദൂൻ നേർമാർഗം പ്രാപിച്ചവരാണെന്ന് അവർ കണക്കാക്കുകയും ചെയ്തു. അപ്പൊ ഫരീഖൻ ഹദാവ ഫരീഖൻ ഹക്ക അലൈഹിമുദ് ളലാല, രണ്ട് കൂട്ടര്, ആ രണ്ട് കൂട്ടരെ പറ്റിയിട്ട് പടച്ചോൻ ഇവിടെ എന്ത് ചെയ്യാണ് പ്രത്യേകം എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അഥവാ മരണശേഷം മടങ്ങി വരുമ്പോ രണ്ട് രൂപത്തിലായിരിക്കും മനുഷ്യന്മാരുണ്ടാകുക. ഒരു കൂട്ടർ അള്ളാഹ് നേർമാർഗത്തിലാക്കിയ ഭാഗ്യവാൻ,
മറ്റൊരു കൂട്ടത്തില് മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുർമാർഗികളായിരിക്കുവാൻ ആയതുകൊണ്ട് തന്നെ ദുർമാർഗികളാ ആയി വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാര്. ഇവര് ദുർമാർഗികളാകുവാനുള്ള കാരണം അവർ തന്നെയാണ്. അവരുടെ ബദ്ധശത്രുക്കളായ പിശാചുക്കളെയാണ് അവർ തങ്ങളുടെ ബന്ധുമിത്രാദികളും കൈകാര്യകർത്താക്കളൊക്കെ ആയിട്ട് വെച്ചതെന്നുള്ളതാണ്. അവരുടെ ദുരുപദേശങ്ങളെ അവർ അനുസരിക്കുകയും അതൊക്കെ നേരായ മാർഗ്ഗാണെന്ന് ധരിച്ചു വെക്കുകയും ചെയ്തു. എത്ര ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മള് നിസ്സാരമായ ഒരു ജാഗ്രത ഉണ്ടായാൽ പോരാ, ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഗൗരവം ഉണ്ടാവേണ്ടതുണ്ട്. സന്മാർഗം പ്രാപിച്ചോരാന്ന് ഒരു കരുതിന്ന് യഹ്സബൂന അന്നഹും മുഹ്തദൂൻ. ഈ വഴി പിഴച്ചു പോയ ആൾക്കാർ തന്നെ ഞങ്ങൾ വഴി പിഴച്ചവരാണ് എന്ന് സമ്മതിച്ചവരല്ല ജീവിതകാലത്ത്. കാരണം അവര് ചെയ്യണ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുത്തത് പിശാചാണ്. വൈസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും എന്നൊക്കെയുള്ള ആയത്ത് നമുക്കറിയാലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ മാർഗത്തിൽ തന്നെയാണോ നമ്മളെന്ന് നല്ലോണം നോക്കി കൃത്യമായി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ രൂപത്തിൽ ക്രമീകരിക്കാൻ ഉള്ള പദ്ധതികൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പരലോകത്തെത്തുമ്പോ ഫരീഖൻ ഹദല്ലാ എന്ന് പറഞ്ഞതിലാവൂല നമ്മൾ ഉണ്ടാകുക. മറിച്ച് ഫരീഖൻ ഹക്ക അലൈഹിമു ളലാല, അവരുടെ മേൽ ളലാലത്ത് സ്ഥിരപ്പെട്ട വിധത്തിലുള്ള ഒരു വിഭാഗമായിട്ട് നമ്മളും മാറും. അതുകൊണ്ട് നമ്മൾ ഷിർക്കില്ലാതെ ബിദ്അത്തുകളില്ലാതെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഷെയ്ത്താൻ ഔലിയാക്കളാക്കി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. തെറ്റിന്റെ ളലാലത്തിന്റെ ഹക്കാലേഹിമും ളലാലയിന്റെ ഫരീക്കായിട്ട് മാറാൻ ബാധകമാകുന്ന ഒരു കാരണം. ഇനി 31-ാമത്തെ ആയത്തിലേക്ക് വരാം. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പൊതുവെ നമ്മൾ കേൾക്കാറുള്ള ഒരു വചനമാണ്, എല്ലാവർക്കും കാണാതെ അറിയുന്ന ഭാഗമായിരിക്കും. യാ ബനി ആദം, ഇവിടെയും സംബോധന മനുഷ്യ സമുദായത്തോടാണ് അല്ലെ. യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഖുദൂ സീനത്തക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അലങ്കാരങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ നിസ്കാര സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം? അലങ്കാര വസ്ത്രങ്ങളൊക്കെ സ്വീകരിക്കണം. വകുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നണം കുടിക്കണം, പക്ഷേ അമിതമാക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അള്ളാഹു അമിതമാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അപ്പൊ ആ നിലക്ക് ഇവിടെ അമിതത്വവും അഹങ്കാരവും ഇല്ലാത്ത വിധം പടച്ചോൻ എന്ത് ചെയ്യുന്നു? തിന്നാനും കുടിക്കാനും ഒക്കെ നമ്മളോട് പ്രത്യേകം അഡ്വൈസ് നൽകുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ ഖുറാനിലെ തന്നെ ഒരുപാട് ആയത്തുകൾ നമുക്ക് അതിന് കാണാൻ കഴിയും. പിന്നെ ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നഗ്നത മറക്കുക മാത്രമല്ല, ഭംഗിക്കും അലങ്കാരത്തിനുമുള്ള വസ്ത്രങ്ങൾ കൂടി ധരിക്കേണ്ടതാണ് എന്നൊരു പ്രത്യേക ഒരു അറിയിപ്പ് പടച്ചോൻ ഇവിടെ നൽകുന്നുണ്ട്. അതാണ് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നല്ല അലങ്കാര വസ്ത്രം ധരിക്കണം എന്ന് തന്നെ പറഞ്ഞത്. നഗ്നത മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം അതിനപ്പുറത്ത് അല്ലെ, രീഷിനപ്പുറത്ത് ഒരു സീനത്ത് പള്ളിയിൽ പോകുമ്പോൾ ഉണ്ടാവണം. ഏറ്റവും നല്ല വസ്ത്രം ഒക്കെ നമ്മൾ ഉള്ളതിൽ അണിയേണ്ടത് പള്ളിയിൽ പോകുമ്പോഴാണ്. പക്ഷെ നമ്മൾ കല്യാണത്തിനും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രവും പള്ളിയിൽ പോകുമ്പോൾ ഇടുന്ന വസ്ത്രവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ രാജാതിരാജനായ നാഥനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ പോവേണ്ടത്. പടച്ചോനെ പ്രത്യേകം എടുത്തു പറഞ്ഞും ചെയ്തല്ലോ. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പടച്ചോൻ പറഞ്ഞ വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും വിലയിരുത്താനും നല്ല രൂപത്തിൽ അതിനൊക്കെ ആവശ്യമായ പടച്ചോൻ നിർദ്ദേശിച്ച രൂപത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയണം. അപ്പം അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ മറ്റു പാനീയങ്ങളും നമ്മുടെ ജീവിത നിയന്ത്രണങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആഹാരങ്ങളും അതിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് കുടിക്കാനും തിന്നാനും ഒക്കെയുള്ള അവകാശം പടച്ചോൻ തന്നതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇസ്രാഫ് കാണിക്കരുത്. ആ ഇസ്രാഫ് ഷെയ്ത്താന്റെ മാർഗമാണ്. അതില്ലാതിരിക്കാനും നല്ല രൂപത്തിൽ ഹലാലും ഹറാമും ഒക്കെ നോക്കി അതിൽ തൊയ്യീബൊക്കെ ആയതിനെ കഴിക്കാനും അതുള്ളത് കുറച്ച് കഴിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത്
ഷെയ്ത്താനിന്റെ ഷർറിൽ നിന്ന് പരമാവധി മുക്തി നേടി മുന്നോട്ട് നീങ്ങുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.